സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. മുളങ്ങാശ്ശേരിയിൽ സാബുവിനെയാണ് CPIM നിയന്ത്രണത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ചോദിച്ചെത്തിയ തന്നെ അസഭ്യം പറഞ്ഞെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പെങ്ങള് കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും എന്തെന്നുള്ളത് ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ബാങ്കുകാർ വിളിച്ച് പുള്ളിയെ ഭീഷണിപ്പെടുത്തായിട്ടാണ് അറിവ്. നീ ബാങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, നിനക്കെതിരെ കേസ് കൊടുക്കും, നടപടിയെടുക്കും, വെറുതെ വിടില്ല എന്നുള്ളൊരു ഭീഷണി ഉണ്ടായതായിട്ടുള്ളതാണ് അറിവ്. ആ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടാണ് പുള്ളി മാനസിക വിഷമം കയറി ആത്മഹത്യയിലേക്ക് പുള്ളി നയിച്ചതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും രംഗത്തുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകൾ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കുന്ന നിലപാട് CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മഹത്യക്കിടയായ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തുന്ന അടിസ്ഥാനത്തിൽ CPM നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയമായി UDF പിന്നെ വിഷയദാരിദ്ര്യം നേരിടുന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം കണ്ടാൽ വളരെ വേഗം അത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. സാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാഹുൽ വിജയൻ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? പ്രതിഷേധമുണ്ടായിരുന്നു നാട്ടുകാരുടെ. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ വിശദമായി അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ സാബു എഴുതിയിട്ടുള്ള 3 പേർക്കെതിരെ കർശന നടപടിയെടുക്കണം, അതിന്മേലുള്ള അല്ലെങ്കിൽ അത്തരം നടപടി എടുക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ എന്തായാലും പ്രതിഷേധം താൽക്കാലികമായിട്ടെങ്കിലും കോൺഗ്രസും അതുപോലെ തന്നെ BJPയും വ്യാപാരികളും അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മൃതദേഹം ഈ ബാങ്കിന് സമീപത്ത് നിന്ന്, ആത്മഹത്യ ചെയ്ത ആ സ്ഥലത്ത് നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച 80 ലക്ഷത്തോളം രൂപയാണ് ഈ ബാങ്കിൽ സാബു നിക്ഷേപിച്ചിരുന്നത്. അതിൽ ഏകദേശം 55 ലക്ഷത്തോളം രൂപ തിരികെ പല ഘട്ടങ്ങളിലായി എടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള 25 ലക്ഷം രൂപയും പലിശയും സാബുവിന് ലഭിക്കാനുണ്ട്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നൽകാൻ കഴിയില്ല എന്നായിരുന്നു ബാങ്കിന്റെ മറുപടി. അതിൽ ബാങ്ക് സെക്രട്ടറിയും 2 ജീവനക്കാരും അവരുടെ പേര് എടുത്ത് തന്നെ പറയുന്നുണ്ട്. ഇവരാണ് പണം നൽകാതിരുന്നതെന്നും മാത്രമല്ല പണം ചോദിച്ചെത്തിയപ്പോൾ തന്നെ അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തുവെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ സംഭവം ഉണ്ടായത് ഇന്നലെയാണ്. അതായത് പണം ചോദിച്ചെത്തുകയും ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊരു കയ്യാങ്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് ഇന്നലെയാണ്. അതിനുശേഷം ഇന്ന് രാവിലെ 7:00 ഈ ബാങ്കിന് മുൻപിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴുത്തിൽ കയർ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം BJPയും കോൺഗ്രസും നടത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഈ ആരോപണ വിധേയരായിട്ടുള്ള ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്ന 3 പേരുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിയിരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന പോലീസ് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം അല്പമെങ്കിലും ശമിച്ചത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ